മെക്സവിന് വീണ്ടും CPM-ന്റെ പിന്തുണ ലഭിക്കുന്ന വാർത്ത നിങ്ങൾ തലക്കെട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വിവാദം ഇതുമായി ബന്ധപ്പെട്ട് തുടരുക തന്നെയാണ്. പക്ഷേ CPM-ന് CPM പിന്തുണ നൽകുന്നുമുണ്ട്. മെക്സവിന് കോഴിക്കോട്ടെ നന്മണ്ടയിൽ നാളെ മെക്സവൻ മേഖലാ സംഗമവും പുതിയ സെന്ററുകളുടെ ഉദ്ഘാടനവും നടക്കും. സച്ചിൻ ദേവ് MLA ആണ് ആ ഉദ്ഘാടനം നിർവഹിക്കുക. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം മെക്സവിനെതിരെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് മെക്സവിന് പിന്നിലെന്ന് CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ പറഞ്ഞതാണ് ഇതിൻ്റെ വിവാദ തുടക്കം. ദിസ്ന സുരേഷ് ചേർന്ന വിവരങ്ങളുമായി. ദിസ്ന, പിന്നീട് മോഹനൻ മലക്കം മറിയുകയും ഈ വിഷയത്തിൽ CPM വിവിധ നിലപാടുകൾ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലുള്ള നിലപാടുകൾ വ്യക്തമാക്കുന്നു എന്താണ് മെക്സവൻ പോലെയുള്ള ഒരു സംഘടനയ്ക്കൊക്കെയും CPM-ന്റെ പിന്തുണ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാകുന്നു. ഇതിനോടുള്ള നിലപാട് എന്താണെന്നും വ്യക്തമാകുന്നു. പക്ഷെ അപ്പോഴും ഈ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തുന്നതൊക്കെയും സംസ്ഥാനം അറിയുന്നില്ലേ? തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ മെക്സവനുമായി ബന്ധപ്പെട്ട വലിയ വിവാദം തന്നെയായിരുന്നു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെയും ഉണ്ടായിരുന്നത്. എന്നാൽ മെക്സവൻ കൂടുതൽ ശക്തി ആർജിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നാളെ നെന്മണ്ടയിൽ നടക്കാൻ പോകുന്ന പരിപാടിയിൽ 100 സെന്ററുകളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനവും മെക്സവൻ പ്രതിനിധികളുടെ ഒരു കൂട്ടായ്മയും തന്നെയാണ് സംഘടിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനാണ് ഈ മെക്സവനെതിരെയുള്ള ആദ്യത്തെ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞത് ഏറെ ചർച്ചയായിരുന്നു. ഇത്തരത്തിലുള്ള സംഘടനകൾ അല്ലെങ്കിൽ കൂട്ടമായി ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത് വലിയ വിപത്തുകൾക്ക് കാരണമാകും എന്നൊരു കാര്യം തന്നെയാണ് P. മോഹനൻ പറഞ്ഞത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റുകയായിരുന്നു. കാരണം പാർട്ടിയിൽ നിന്ന് തന്നെ പ്രത്യക്ഷത്തിൽ പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ വന്ന സാഹചര്യത്തിൽ പിന്നീട് നിലപാട് മാറ്റുകയും മെക്സവനെ കുറിച്ചല്ല താൻ പറഞ്ഞത് എന്നൊക്കെ തന്നെയും നമ്മൾ ഏറെ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. നാളെ നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സച്ചിൻ ദേവ് MLA ആണ് എന്നതാണ് മറ്റൊരു സവിശേഷത. അതായത് പ്രത്യക്ഷത്തിൽ ആദ്യഘട്ടത്തിൽ ഈ മെക്സവനെ വിമർശിക്കുകയും പിന്നീട് മെക്സവൻ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്ത രീതിയിലേക്ക് കടക്കുന്നു. ആ ഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ, അതായത് മറ്റു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ഈ മലബാർ കേന്ദ്രീകരിച്ച വോട്ടുകൾ, അതായത് പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ വോട്ടുകൾ വേണ്ടതായി വരുന്നു. ആ കാലഘട്ടത്തിലാണ് ഈ മെക്സവൻ അടക്കമുള്ള സംഘടനകളെ ഇത്രയും അധികം പ്രോത്സാഹിപ്പിക്കുന്നത് എന്നൊരു വിലയിരുത്തൽ വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ പ്രത്യക്ഷമായി ഒരു പ്രസംഗ വേദിയിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയ P. മോഹനൻ പിന്നീട് താൻ ഉദ്ദേശിച്ചത് അതല്ല എന്ന് പറഞ്ഞ് മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെയൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു വിമർശനം വരുന്നുണ്ടായിരുന്നു. ഈ കേന്ദ്ര ഏജൻസികൾ അടക്കമുള്ളവർ ഈ മെക്സവന്റെ പ്രവർത്തനത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഇത്തരത്തിൽ മെക്സവന്റെ പ്രവർത്തനം കൂടുതൽ ഊർജിതമായി നടക്കുന്നത് എന്ന് തന്നെയാണ് മറ്റൊരു സവിശേഷതയായി എടുത്തു പറയുന്നത്. പ്രധാനമായും ഈ കോഴിക്കോട് ജില്ലയിലെ, അതായത് കുറച്ചുള്ളിലേക്ക്, പ്രധാനമായും പറഞ്ഞാൽ ഈ കൊടുവള്ളി, ഉള്ളേരി, ആ ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ്, നെന്മണ്ട എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് മെക്സവൻ കൂട്ടായ്മ കൂടുതലായും പ്രവർത്തിക്കുന്നത്. അവർ പറയുന്നത് ഇത് ആരോഗ്യ കൂട്ടായ്മയാണ് എന്ന് തന്നെയാണ്. പക്ഷെ താഴെ തട്ടിൽ നിന്നും മുതൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ മെക്സവന്റെ കാര്യത്തിൽ ഉണ്ട് എന്നൊരു വിലയിരുത്തലിൽ തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ അടക്കം വന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അടക്കം റിപ്പോർട്ടുകളിൽ ഇവ വ്യക്തമായ ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് മെക്സവന്റെ പ്രവർത്തനം കൂടുതൽ ഊർജിതമായി, അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ഇതിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് മെക്സവൻ വിവിധ സ്ഥലങ്ങളിൽ, അതായത് മലബാറിലെ വിവിധ സ്ഥലങ്ങളിൽ തന്നെ സെന്ററുകൾ തുടക്കം കുറിച്ചിരിക്കുന്നു. അതിന് പിന്തുണയുമായി CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ എത്തുന്നു എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സവിശേഷമായി എടുത്തു പറയേണ്ട കാര്യം. നെന്മണ്ടയിൽ നാളെയാണ് ഈ പരിപാടി നടക്കുന്നത്. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സച്ചിൻ ദേവ് MLA എന്നതാണ് മറ്റൊരു സവിശേഷത. ആദ്യഘട്ടത്തിൽ മെക്സവനെ പറ്റി പരോക്ഷമായി നിലപാട് പറയുകയും പിന്നീട് അത് മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ മെക്സവൻ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഒരു കൃത്യമായ നിലപാട് എടുക്കാത്തത് എന്നത് വളരെയധികം ചോദ്യം ചെയ്ത ഒരു വിഷയം തന്നെയായിരുന്നു. ആദ്യഘട്ടത്തിൽ മെക്സവനെ വലിയ രീതിയിൽ വിമർശിക്കുകയും പിന്നീട് മെക്സവൻ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചു. ഇതൊക്കെ തന്നെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് ലക്ഷ്യം വെച്ച്, വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെ എന്നാണ് പൊതുവെയുള്ള വിമർശനം. വീണ. ഓക്കെ, ശരി ദിസ്ന.